ഹലോ ഗേസ് സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ BGMAയുടെ ഒഫീഷ്യൽ ഇവന്റ് ആയുള്ള BGIS 2025ന്റെ ട്രീസർ അവർ ഒഫീഷ്യലി പുറത്തു വിട്ടിരിക്കുകയാണ്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ BGMAയുടെ ഒരു ഒഫീഷ്യൽ ഇവന്റും കൂടി വരാനിരിക്കുന്നുണ്ട്. ക്രിയേറ്റേഴ്സ് ഇവന്റ് ആണ്. നമ്മളെ സ്ട്രീമേഴ്സിനെയും ക്രിയേറ്റേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ഫൺ ഇവന്റ് ക്രിസ്മസിന്റെ മുന്നായിട്ട് വരുന്നുണ്ട്. ഏകദേശം ഡിസംബർ 20-21 ദിവസങ്ങളായിരിക്കും ഈ ഒരു ഒഫീഷ്യൽ ഇവന്റ് നടക്കാനിരിക്കുന്നത്. ഈ ഒരു ഇവന്റിൽ നമുക്ക് BGMAയുടെ 2025 റോഡ് മാപ്പ്, സ്പോർട്സ് റോഡ് മാപ്പും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എത്രത്തോളം ഇവന്റുകളാണ് ഒഫീഷ്യലി 2025 ഉണ്ടാവുക, എത്രയാണ് പ്രൈസ് പൂള്, കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റോഡ് മാപ്പിൽ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ BGISന്റെ രജിസ്ട്രേഷൻ അനൗൺസ്മെന്റും ഈ ഒരു ഇവന്റിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ ഒരു 20-21 ദിവസങ്ങളിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തൊരു ഇൻഫോ, പോക്കിമോൻ യൂണൈറ്റ് ഏഷ്യ ചാമ്പ്യൻസ് 2025ന്റെ ഇന്ത്യ ലീഗ് ഡേ 5 മത്സരം ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഡേ 5 ഗ്ലോബൽ സ്പോർട്സ് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. റെക്കനിങ്ങിനെ തീർത്തുകൊണ്ടാണ് ഗ്ലോബൽ സ്പോർട്സ് ചാമ്പ്യന്മാരായത്. ഡേ 5 അവസാനിച്ചപ്പോൾ ഓവറോൾ സ്റ്റാൻഡിങ്സിൽ ഗ്ലോബൽ സ്പോർട്സിന്റെ ആ ഒരു മുന്നേറ്റം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. RNTXനെ തോൽപ്പിച്ചുകൊണ്ട് ഗ്ലോബൽ സ്പോർട്സ് ആ ഒരു ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. 68 പോയിന്റ്. സെക്കൻഡ് RNTX നിൽക്കുന്നുണ്ട് 63 പോയിന്റ്. തേർഡ് SA2 നിൽക്കുന്നുണ്ട് 59 പോയിന്റ്. ഇനിയും 3-4 ദിവസം ഈ ഒരു ഇവന്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് ജപ്പാനിലേക്ക് ഈ ഒരു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ ഏത് ടീമായിരിക്കും പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്ന ഒരു ടീം അപ്പ് ഇഷ്യൂ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. RNTXലെ സാരംഗും വൈൽഡ് ഫാങ്സിലെ സാഫും കൂടിയും ഒരു സ്ട്രിംസിൽ ടീം അപ്പ് ചെയ്ത് പാൻ ഫൈറ്റ് നടത്തുക എന്നുള്ള രീതിയിൽ ടീം അപ്പ് ചെയ്യുകയും ആൾമൈക്കിൽ അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് സ്ട്രിംസിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും അവരുടെ സാഫ് അവരുടെ POVയും സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും കറക്റ്റ് കാണാനായിട്ട് സാധിച്ചു. അതിൽ അപ്പം തന്നെ നമുക്ക് സ്കൗട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ദേഷ്യത്തോടു കൂടിയുള്ള റിപ്ലൈയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്ക്രിംസ് ആ ഒരു സ്ക്രിംസിൻ്റെ വൈബിൽ തന്നെ കളിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്സിൽ കളിക്കണം, അല്ലാതെ ഇങ്ങനെ ടീമപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ചർച്ചകളൊന്നും കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര സീരിയസ്നെസ്സോട് കൂടിയിട്ടായിരുന്നു സ്കൗട്ടിൻ്റെ ആ ഒരു റിപ്ലൈ ഉണ്ടായിരുന്നു. നമുക്കറിയാം ചില സ്ട്രിംസിലൊക്കെ ഭയങ്കര ഫണ്ണായിട്ടാണ് കുറേ പേര് കളിക്കാറുള്ളത്. പക്ഷേ സ്കൗട്ട് ഇപ്പോഴും സ്ട്രിംസ് ആണെങ്കിൽ പോലും ആ സീരിയസ്നെസ്സോട് കൂടിയിട്ട് കളിക്കണം എന്നാണ് വൈറ്റ് ഫാങ്സിനോട് ടീമിൻ്റെ മെമ്പേഴ്സിനോടും കാര്യങ്ങളോടൊക്കെ സ്കൗട്ട് പറയുന്നത്. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്നലെ നമുക്ക് നമ്മളെ കേരളത്തിലെ സ്പോർട്സിന് ഒരു റീസ്റ്റാർട്ട് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാൻ, പുതിയൊരു തുടക്കം വരുന്ന പോലെയാണ് നമുക്ക് ഇന്നലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരള കമ്മ്യൂണിറ്റി കപ്പ് 30,000 രൂപ പ്രൈസ് പൂൾ വരുന്നവന് ലെജൻഡ് ഫേസ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കാസ്ട്രോ, സായിപ്പ്, സൈക്കോ, ഈഗിളിൻ്റെ സ്ലോട്ട്, അങ്ങനെ ഒരുപാട് വമ്പൻ കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്ന ലെജൻഡ് ഫേസ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കും അല്ലെങ്കിൽ ജൂനിയർ ഗെയിമിങ്ങിനും അതിലൊരു ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെന്തായാലും അതിൻ്റെ ഇവന്റ് ഓർഗനൈസേഷന് ഒരു ബിഗ് താങ്ക്സ് പറയുന്നുണ്ട്. നമുക്കും ഇതിൽ ഇൻവൈറ്റ് കിട്ടിയത് നമ്മളെ ജൂനിയർ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ബ്ലെയിൻ, സൈക്കോ, ടുബോർഗ്, ഫ്ലാഷ്, താമോസ് തുടങ്ങിയിട്ടുള്ളവരായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ 4 മാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഫാൻസും അല്ലെങ്കിൽ സ്പോർട്സിന് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങോട് കൂടിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു മാച്ചുകളായിരുന്നു ഇതിലുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് നോക്കാം. മാച്ച് 1 ഷോ ഗെയിമിംഗ് 4 ഫിനിഷസോട് കൂടിയുള്ള ചിക്കണിനാണ് സ്വന്തമാക്കുന്നത്. ടൈം കാസ്ട്രോയും അടിപൊളി പെർഫോമൻസിൽ കാഴ്ചവെച്ചു. 5ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് 11 ഫിനിഷേഴ്സ് സ്വന്തമാക്കി. സ്പൈ 5ഉം ജബാൻ 4 ഫിനിഷും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. സ്പൈയോടെ ഒരു ക്ലച്ചും എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജൂനിയർ ഗെയിമിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ സൈക്കോയുടെ ടീം 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് 5 ഫിനിഷേഴ്സ് സ്വന്തമാക്കി. ടുബോർഗ് 3ഉം ഫ്ലാഷും സൈക്കോയും ഓരോ ഫിനിഷസുകൾ വീതവും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് 2 ഫ്രണ്ട് ലൈൻ ടീം 2 ഫിനിഷേഴ്സോട് കൂടിയിട്ട് അതുവരെ പതുങ്ങി നിന്ന് ലാസ്റ്റ് ഫിനിഷേഴ്സുകൾ സ്വന്തമാക്കി 2 ഫിനിഷേഴ്സോട് കൂടിയുള്ള ചിക്കണിനാണ് സ്വന്തമാക്കിയത്. ടീം സൈറക്സ് ഇവിടെ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി 12 ഫിനിഷേഴ്സോട് കൂടിയിട്ട്. സ്കാർസ് ഇൻസൈന് 6 ഫിനിഷ് ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കിയാൽ മാച്ച് 3 ടീം സൈറക്സിൻ്റെ ആ ഒരു ഡോമിനേഷനോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 13 ഫിനിഷസാണ് ടീം സ്വന്തമാക്കിയത്. കോമന്തൻ 5 ഫിനിഷും സ്കാർസ് ഇൻസൈന് 4 ഫിനിഷും ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കിയാൽ നമ്മളെ പാബ്ലോയുടെ ടീമിൻ്റെയും ഒരു ഡോമിനേഷനാണ് നമുക്കിതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. തേർഡ് പൊസിഷനിലേക്ക് എത്തി 15 ഫിനിഷസാണ് ടീം സ്വന്തമാക്കിയത്. AOPക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മളെ പാബ്ലോയുടെ ആ ഒരു ഫുൾ ടീം, അല്ലെങ്കിൽ AOPയുടെ ആ ഒരു ഫുൾ ടീം, പാബ്ലോ, വിൻ്റർ, ടോണി തുടങ്ങിയുള്ള ആ ഒരു ടീമാണ് നമുക്കിതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ടോണി, AOP 6 ഫിനിഷും പാബ്ലോ 4 ഫിനിഷും ടീം സ്വന്തമാക്കി. ആൻഡ് ജൂനിയർ ഗെയിമിന് വേണ്ടിയിട്ട് കളിച്ച നമ്മളെ സൈക്കോയുടെ ടീം 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു 5 ഫിനിഷസുമായിട്ട്. ഫ്ലാഷും ടുബോർഗും 2 ഫിനിഷസുകൾ ഇതും സ്വന്തമാക്കി. നമ്മളെ സായിപ്പിൻ്റെ ടീമോടെ 16ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് 1 ഫിനിഷസുമായിട്ട്. ഫസ്റ്റ് മാച്ച് സായിപ്പ്
സായിപ്പിന് കളിക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. സായിപ്പിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതിൻ്റെതായിട്ട് ഫസ്റ്റ് മാച്ച് കളിക്കാനായിട്ട് സാധിച്ചില്ല. ബാക്കി 3 മാച്ചുകളും സായിപ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ ബൂം ബാം ബിഗിലിന്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് അവർ സ്വന്തമാക്കിയത്. പാബ്ലോയുടെ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിച്ചത്. 4ാം സ്ഥാനത്താണ് വിൻ ചെയ്തത്. പക്ഷെ അപ്പോഴേക്കും 18ഓളം ഫിനിഷസുകളാണ് ടീം പാബ്ലോ ഇതിൽ സ്വന്തമാക്കിയത്. വിന്റർ 8 ഫിനിഷും മേയോപ്പിയുടെ പ്ലെയർ 3 5 ഫിനിഷും സ്വന്തമാക്കിക്കൊണ്ട് വേറെ ലെവൽ ഡോമിനേഷൻ ടീം കാഴ്ചവെച്ചു. ടീം സായിപ്പ് 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 ഫിനിഷസോട് കൂടിയിട്ട് സായിപ്പിന്റെ വക നമുക്ക് ഒരു ഫിനിഷ് കാണാനായിട്ട് സാധിച്ചു. നമ്മുടെ ജൂനിയർ ഗെയിമിന് വേണ്ടിയിട്ട് കളിച്ച സൈക്കോയുടെ ടീം 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് ഒരു ഫിനിഷ് പോയിന്റുമായിട്ട്. അങ്ങനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഏകദേശം 1K പ്ലസ് വാച്ചിങ്ങും നമുക്ക് ഈ ഒരു ഇവന്റിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഇപ്പോഴും ഈ സ്പോർട്സിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഈ സ്പോർട്സിന് അത്യാവശ്യം വ്യൂവർഷിപ്പും കിട്ടുന്നുണ്ട്. ഇതുപോലുള്ള ഇവന്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയും ഈ സ്പോർട്സ് കേരളത്തിൽ എന്തായാലും വളരുന്നതായിരിക്കും. ആൻഡ് ഇതിന്റെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 മാച്ചുകൾ കളിച്ചതിന് ശേഷം ടീം സൈറക്സ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. 41 ഫിനിഷ് പോയിന്റോട് കൂടിയിട്ട് 62 പോയിന്റാണ് ടീം സൈറക്സ് സ്വന്തമാക്കിയത്. തൊട്ട് പിന്നാലെ തന്നെ പാബ്ലോയിൽ നിൽക്കുന്നുണ്ട് 48 പോയിന്റുമായിട്ട്. തേർഡ് ടഫൻ ഗെയിമിംഗ് ആണ് നിൽക്കുന്നത് 37 പോയിന്റ്. ടഫൻ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഫോറമിലെ ഡ്രാഗണും ഫോറമിന്റെ മാനേജറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടോപ്പ് 4 ടീംസുകൾ ഡയറക്റ്റ് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. ബാക്കി 5 മുതൽ 11 വരെയുള്ള ടീമുകൾ സെമി ഫൈനൽസിലേക്കും ക്വാളിഫൈ ആയിട്ടുള്ള ബാക്കിയുള്ള ടീമുകൾ പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് 9ാം സ്ഥാനത്ത് സായിപ്പ് വിൻ ചെയ്തു 22 പോയിന്റുമായിട്ട്. 11ാം സ്ഥാനത്താണ് നമ്മളെ സൈക്കോ കളിച്ച ജൂനിയർ ഗെയിമിങ്ങിന്റെ നമ്മളുടെ ടീം ഫിനിഷ് ചെയ്തത് 21 പോയിന്റുമായിട്ട്. അങ്ങനെ 5 മുതൽ 11 വരെയുള്ള ടീമുകൾ സെമി ഫൈനൽസിലേക്കും ക്വാളിഫൈ ആയിട്ടുണ്ട്. ബാക്കിയുള്ള ടീമുകൾ ഇതിൽ പുറത്തായി. കാസ്ട്രോയുടെ ടീം 14ാം സ്ഥാനത്താണ് വിൻ ചെയ്ത് 17 പോയിന്റുമായിട്ട്. ഫസ്റ്റ് മാച്ചിൽ അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചു. പക്ഷേ പിന്നീടുള്ള മാച്ചുകൾ ആ ഒരു പെർഫോമൻസ് ടീം കാസ്ട്രോക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പുറത്തായിട്ടുണ്ട്. പക്ഷേ കാസ്ട്രോക്ക് ഇവിടെ വേറൊരു ചാൻസും കൂടി കിട്ടുന്നുണ്ട്. കാരണം കാസ്ട്രോയുടെ ഈ ഒരു ടീം ക്വാർട്ടർ ഫൈനൽസ് ആൾറെഡി കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിക്കൊണ്ട് സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ അവർ ഇനിയും സെമി ഫൈനൽസിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ അതിൻ്റെ സെമി ഫൈനൽസും ഗ്രാൻഡ് ഫൈനൽസും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വൈബ് തന്നെയായിരിക്കും. നിങ്ങളത് മിസ് ചെയ്യാതിരിക്കുക. ഈ ഒരു മാച്ചുകൾ പ്രൊഫസർ റെക്സ് ഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ മാച്ചുകൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോഴത്തെ വീഡിയോസ് വരുന്നവരെ ബൈ.